ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചിക്കൻ അച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, പുതിന, മല്ലിയില എല്ലാം കൂടെ പേസ്റ്റാക്കി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ഒരു പകുതി ചെറുനാരങ്ങ അതും പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ എടുത്ത് എല്ലാം കൂടെ നമുക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ചിക്കനിൽ. എന്നിട്ടത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് വെളിച്ചെണ്ണയിൽ കുറേശ്ശെ ഇട്ട്, ഒത്തിരി മൂത്ത് പോകേണ്ട കാര്യമില്ല, പകുതി മൂത്താൽ മതി. നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നമുക്ക് വറുത്ത് കോരി കുറേശ്ശെ ഇട്ട് എല്ലാം കൂടി ഇപ്പം നമ്മൾ വറുത്ത് കോരിയെടുത്തു. ഇനി നമുക്ക് അതിനെ അച്ചാറാക്കാനായിട്ട് ആ എണ്ണയിലോട്ട് തന്നെ മതി. കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആ എണ്ണയിലോട്ട് തന്നെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പം ഞാൻ പച്ചമുളക് ഉള്ളവർക്ക് പച്ചമുളകും നെടുക്കെ കീറി 2-3 ഇട്ടാൽ മതി. ഇപ്പം ഞാൻ വെള്ളക്കാന്താരി ഉള്ളതുകൊണ്ട് അതാണ് ഇടുന്നത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഒരു ഒത്തിരി കായപ്പൊടി വേണ്ട, ചെറിയതായിട്ടൊരു പിഞ്ച് കായപ്പൊടി ഇട്ടേച്ചാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് 1-2 തണ്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ, മല്ലിയിലയും ചെറുതായിട്ടരിഞ്ഞ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ അരപ്പിന് വേണ്ടിയ ഉപ്പ് പൊടിയും കൂടെ ഇടുക. ഉപ്പ് നോക്കിക്കോണം, കൂടിപ്പോവല്ല. പുളിക്ക് വേണ്ടി വിനാഗിരിയും കൂടെ ഇടുക. അത് തിളച്ച് കഴിയുമ്പം നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഗാർണിഷിന് വേണ്ടി ഇച്ചിരി മല്ലിയിലയും കൂടെ ഇടുക. നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി.